my class, our new section, circle and quadrilateral. Here is ABCD is a quadrilateral and A, B, C and D are points on the circle. ABCD എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ്, ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇതിലുള്ള 4 വെർട്ടിസസും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ് എന്ന് കൂടി തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു ഫിഗറിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ABCD is a quadrilateral and ABCD are points on the circle. So the opposite vertices of this quadrilateral is 180 degree. ഈ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ എയും സിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180 ഡിഗ്രി ആണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ആൻഡ് ഓൾസോ ബിയും ഡിയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് നമുക്ക് ഫിഗർ ഇതേപോലെ നമ്മൾ വരച്ച് ABCD എന്ന് പറയുന്ന 4 പോയിന്റ്സ് നമ്മൾ എടുക്കുന്ന ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടിസസ് ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയാം ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്റർ, ഏതൊരു ക്വാഡ്രിലാറ്റർ എടുത്താലും ആ ക്വാഡ്രിലാറ്ററിലെ 4 വെർട്ടിസസ് ഓൺ ദ സർക്കിൾ ആണ് എങ്കിൽ അതിൽ വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓക്കെ, ഇനി തിരിച്ചു പറഞ്ഞൂടെ, ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് മീൻസ് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്നാണെങ്കിൽ അതിൽ വരുന്ന 4 വെർട്ടിസസും സർക്കിളിൽ തന്നെ ആയിരിക്കും. ശരിയല്ലേ? എന്തായിരുന്നു പറഞ്ഞത്? ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടിസസ് സർക്കിളിനുള്ളിലാണെങ്കിൽ ഓൺ ദ സർക്കിൾ ആണ് എങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ്, or opposite angles are supplementary. Conversely, we can say that opposite angles are supplementary or opposite angles sum 180 means 4 vertices of a quadrilateral are on the circle. Opposite angles in the sum 180 degree ആണെങ്കിൽ ക്വാഡ്രിലാറ്ററിലെ 4 വെർട്ടിസസും ഓൺ ദ സർക്കിളിലായിരിക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി 4 വെർട്ടിസസും ഓൺ ദ സർക്കിളിലുള്ള ഈ ഒരു ക്വാഡ്രിലാറ്ററിനെ നമുക്ക് നെയിം ചെയ്യാം സൈക്ലിക് ക്വാഡ്രിലാറ്റർ. വാട്ട് ഈസ് ദാറ്റ്? സൈക്ലിക് ക്വാഡ്രിലാറ്റർ, ചക്രീയ ചതുർഭുജങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളില് ഒരു ക്വാഡ്രിലാറ്ററില് 4 വെർട്ടിസസും സർക്കിളിലാണ് എങ്കിൽ ആ സർക്കിളില് ദാറ്റ് മീൻസ് ആ ക്വാഡ്രിലാറ്ററിനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജങ്ങൾ എന്ന് വിളിക്കാം. ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഒരു ക്വാഡ്രിലാറ്ററിലെ 4 വെർട്ടിസസും സർക്കിളിലാണ് എങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് പറയാം. കോൺവേഴ്സ്ലി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിനെ തന്നെ തിരിച്ചു പറയുന്നതാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്നുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന്റെ 4 പോയിന്റ്സും സർക്കിളിലായിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, 4 പോയിന്റ്സും സർക്കിളിലായിട്ടുള്ള ക്വാഡ്രിലാറ്ററിനെ നെയിം ചെയ്യാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തു വരുന്ന മറ്റ് 2 പോയിന്റ്സ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് എന്നുള്ളത്, അല്ലെ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ 2 പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സർക്കിളിലെ ഓൺ ദ സർക്കിളിലാണെങ്കിൽ ആ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നും പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണ് എങ്കിൽ ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു പിക്ചർ ആണ് വരുന്നതെങ്കിൽ ആംഗിൾ മേക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെന്നും ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ് എങ്കിൽ അത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് എന്നുള്ളതും പഠിച്ചിരുന്നു. എന്താണ്? വൺസ് അഗൈൻ, നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓൺ ദ സർക്കിളിലാണ് ആ ആംഗിൾ എങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണ് എങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെന്നും
നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് സർക്കിളിന് പുറത്താണ് എങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആ ഒരു കൺസെപ്റ്റും ഈ ഇപ്പൊ പഠിച്ച സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരുന്ന കൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ കേസിൽ പറഞ്ഞു, ശരിയല്ലേ? ഇനി ഈ ഡി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പോയിന്റ്? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കുമോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബിയും ഡിയും കൂടിയുള്ള സം ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കില്ലേ? യെസ്. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. ഓക്കെ. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, സർക്കിളിന് വെളിയിലാണ് എന്നുള്ളൊരു കേസ് കൂടിയുണ്ട് അല്ലെ. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ സർക്കിളിന് പുറത്താണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഡി എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് ഇങ്ങനെ മേക്ക് ചെയ്യാം, ശരിയല്ലേ? അങ്ങനെ മേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ആംഗിളും ഈ ബിയും തമ്മിലുള്ള സം എന്തായിരിക്കും വരിക? നമ്മൾ പറഞ്ഞിരുന്നു എടുക്കുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്ന്. ദാറ്റ് മീൻസ് ഡി എന്ന് പറയുന്ന ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ബിയും ഡിയും കൂടിയുള്ള സം എന്ന് പറയുന്നതും ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും, ശരിയല്ലേ? ബിയും ഡിയും കൂടി മേക്ക് ചെയ്യുന്നത് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി എന്നുള്ള കേസ് പറഞ്ഞു. സോ ബിയും ഡിയും കൂടിയുള്ള സം ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. വൺസ് അഗൈൻ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എയും ബിയും സിയും ഡിയും എല്ലാം ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. ഇനി 4 പോയിന്റ്സിൽ 3 ഓൺ ദ സർക്കിളും ഒരു പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലുമാണെങ്കിൽ അവിടെയും നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കാണാം. ഇങ്ങനെ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കാണാനായിട്ട് സാധിക്കും. ABCD എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഓഫ് ഡി എന്ന് പറയുന്ന ആംഗിൾ സർക്കിളിന്റെ ഉള്ളിലാവുമ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ മാത്രം. സോ ബിയും ഡിയും കൂടിയുള്ള സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തൊരു കേസ് വരുന്നത് ABCD എന്ന് പറയുന്ന 4 പോയിന്റ്സിൽ 3 പോയിന്റ്സ് ഓൺ ദ സർക്കിളും ഒരു പോയിന്റ് സർക്കിളിന് പുറത്തുമാണ് എങ്കിൽ എല്ലായ്പ്പോഴും പുറത്തുള്ള പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ ബിയും ഡിയും ആയിട്ട് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഡി എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും മേക്ക് ചെയ്യുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ബിയും ഡിയും മേക്ക് ചെയ്യുന്ന ആംഗിൾ സം എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. 4 പോയിന്റ്സും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ സം ഈക്വൽ ടു 180 ഡിഗ്രിയും ഉള്ളിലാണ് എങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രിയും ഒരു പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രിയുമായിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് കൂടെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 58ലാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഐസോസ്ലിസ് ട്രപ്പീസിയം ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസ്ലിസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്നുള്ളതാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നമുക്ക് നോക്കാം. ABCD എന്ന് പറയുന്ന ഒരു ഐസോസ്ലിസ് ട്രപ്പീസിയം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഐസോസ്ലിസ് ട്രപ്പീസിയത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ABCD എന്ന് പറയുന്നത് ഒരു ഐസോസ്ലിസ് ട്രപ്പീസിയം ആണ് എന്നുള്ളതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് സൈഡ്സ് ആയ എയും AB യും CD യും പാരലൽ ആണ്.
ഒരു ട്രപ്പീസിയത്തിന്റെ സ്പെഷ്യാലിറ്റി 4 സൈഡ്സ് ക്ലോസ്ഡ് ഫിഗർ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. AB പാരലൽ ടു CD എന്നറിയാം. ഇനി ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് എന്നുള്ളത്. ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും മറ്റു രണ്ട് സൈഡ്സും ഈക്വൽ ആവാതിരിക്കുക എന്നുള്ള കേസാണ് ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രപ്പീസിയം പറയുന്നത് ബാക്കി രണ്ട് സൈഡ്സ് ഈക്വൽ ആവുകയാണ്. ദാറ്റ് മീൻസ് AD ഈക്വൽ ടു BC എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി കിട്ടണം. ഓക്കെ, വൺസ് അഗൈൻ ABCD ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് എന്നുള്ളതിന്റെ അർത്ഥം AB പാരലൽ ടു CD ആണെന്നും ഈക്വൽ ആകാത്ത അൺഈക്വൽ ആയിട്ടുള്ള മറ്റു രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആവുകയും ചെയ്യണം. ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ മറ്റു രണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്നു. ദാറ്റ് മീൻസ് AD ഈക്വൽ ടു BC എന്നുള്ള കൺസെപ്റ്റ് കൂടി കിട്ടിയാണ്. ഇനി നമ്മളോട് ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ABCD എന്ന് പറയുന്ന ഈ ഐസോസ്ലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് A എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ സിയും ചേർത്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണമെന്നും ഓർ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സം 180 ഡിഗ്രി കിട്ടണം എങ്കിൽ മാത്രമേ ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുള്ളൂ. ശരിയല്ലേ? ഐസോസ്ലസ് ട്രപ്പീസിയത്തിനാണ് ഇത്രയും കേസസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതിനർത്ഥം ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ആംഗിൾ A പ്ലസ് ആംഗിൾ സിയും 180 ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ ആംഗിൾ B പ്ലസ് ആംഗിൾ ഡിയും 180 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഈ ഓപ്പോസിറ്റ് ആംഗിൾ സമ 180 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഐസോസ്ലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കിട്ടി. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം നമുക്കിത്? AB പാരലൽ ടു CD ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് BC എന്ന് പറയുന്ന ലൈൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ടോപ്പിലെ ലെഫ്റ്റ് സൈഡ് ആംഗിളും ബോട്ടത്തിന്റെ ലെഫ്റ്റ് സൈഡ് ആംഗിളും കൂടിയുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? യെസ്, co-interior angles ആണ്. In 7th standard we studied that now. That means co-interior angles of 180 degree എന്നുള്ള ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. That means ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നതും 180 ഡിഗ്രി ആയിരിക്കും. That means angle B plus angle C is equal to 180 degree and angle A plus angle D is equal to 180 degree. Reason co-interior angles are 180 degree using the AB parallel to CD. Okay, then ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഒരു സൈഡ് വേറൊരു സൈഡിനോട് ഈക്വൽ ആണ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആവില്ലേ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ BC എന്ന് പറയുന്ന ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും AD എന്ന് പറയുന്ന ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും കൂടി ഈക്വൽ ആവും. ഓക്കെ, ഫസ്റ്റ് കേസിൽ പറഞ്ഞു ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ co-interior angles 180 ഡിഗ്രി എന്ന് പറഞ്ഞു. ദെൻ AD ഈക്വൽ ടു BC എന്നുള്ളതിനർത്ഥം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും. സോ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി ഈക്വൽ ആവും. ഓക്കെ, ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ഡിഗ്രി ആണ് എങ്കിൽ ബിക്ക് പകരം നമുക്ക് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടുക? ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബിക്ക് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ എയും സിയും. അപ്പൊ നമുക്ക് എന്താ അതിനർത്ഥം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് 180 ഡിഗ്രി ആണ്. തിരിച്ച് ഇതേപോലെ എക്ക് പകരം ബി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. എക്ക് പകരം ബി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം 180 ഡിഗ്രി. എയും സിയും സം 180 ഡിഗ്രിയാണ്. ബിയും സം 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് this isosceles trapezium ABCD is a cyclic quadrilateral. ഇതൊരു ചക്രീയ ചതുർഭുജമാണ് എന്നതാണ് നമുക്ക് കിട്ടിയത്. Okay, then we move to our exercise problems. First question.
calculate the angles of the quadrilateral in the picture and also the angles between their diagonals. ഒരു പേജ് നമ്പർ 59 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഒരു കോർഡിലാറ്റർ സൈക്ലിക് കോർഡിലാറ്റർ വരച്ചിട്ടുണ്ട്. അതിന് ഡയഗണൽസ് വരച്ചപ്പോൾ സൈക്ലിക് കോർഡിലാറ്റർ ഡയഗണൽസ് വരച്ചപ്പോൾ നമുക്ക് കുറെ ആംഗിൾസ് കിട്ടണം. ആ ആംഗിൾസിൽ 50, 30, 45 ഡിഗ്രി 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. ബാക്കി ആംഗിൾസ് നമ്മളോട് മെഷർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ വരയ്ക്കാം. ഒരു സർക്കിളിന് ABCD എന്ന് പറയുന്നത് ഒരു നമുക്ക് നെയിം ചെയ്യാം. ഫസ്റ്റ് ABCD ഓർ PQRS നെയിം ചെയ്യാം. ദെൻ ഈ സൈക്ലിക് കോർഡിലാറ്ററിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ദാറ്റ് മീൻസ് ഡയഗണൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈ കോർഡിലാറ്ററിനെ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇതില് ആംഗിൾസ് ഒന്ന് 50 ഡിഗ്രി ആണെന്നും ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്, ദെൻ ഒരു ആംഗിൾ 45 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റ് ആംഗിൾസ് ഇതിലിപ്പോ മിസ്സിംഗ് ആയിട്ടുള്ള 1, 2, 3, 4, 5 ആംഗിൾസ് ഉണ്ട്. ഈ 5 ആംഗിൾസ് മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ട് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി ആയിട്ടുള്ള ABCD എന്ന് പറയുന്ന സൈക്ലിക് കോർഡിലാറ്ററിന്റെ ആംഗിൾസ് മെഷർ ചെയ്യണം എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. AB എന്ന് പറയുന്ന കോഡ് നമുക്കറിയാം. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോഡ്, അല്ലെ? ആ സ്ഥിതിക്ക് AB എന്ന് പറയുന്ന പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഈ കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. AB എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ C എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളിൽ വരുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്ത ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ? ഇനി AB എന്ന് പറയുന്ന ഈ കോഡിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ദാറ്റ് മീൻസ് ഇത് മേക്ക് ചെയ്യുന്ന ഡിയുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്. ഓക്കെ, പക്ഷെ ഈ 2 ആംഗിൾസ് നമുക്ക് അറിയില്ല. സോ AB എന്ന് പറയുന്ന കോഡിന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം BC എന്ന് പറയുന്ന കോഡ്. BC എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ സിയിൽ BCയെ ബേസ് ആക്കി കൊണ്ടുവരുന്ന A വെർട്ടെക്സുമായി ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ആംഗിൾ ആണ് ഇത്. ഓക്കെ, BC എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിയുമായി മേക്ക് ചെയ്ത ആംഗിൾ ആണ് 50 ഡിഗ്രി. ഈ 2 ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞു ഈ 2 ആംഗിൾസ്, അതേപോലെ തന്നെ ഈ 2 ആംഗിൾസ് ആണ് BC കോഡ് മേക്ക് ചെയ്യുന്നത്. ഈ ആംഗിളുമായിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ? യെസ്, സെയിം കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് AB എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന സിയും ഡിയുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ് ഈ 2 അവർ രണ്ടുപേരും ഈക്വൽ ആണ്. അതേപോലെ തന്നെ BC എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ എയും ഡിയുമായിട്ട് ഓൺ ദ സർക്കിൾ വരുന്ന 2 പോയിന്റ്സ് ആയ എയും ഡിയുമായി മേക്ക് ചെയ്യുന്ന 2 ആംഗിൾസ് ആണ് ഇവർ രണ്ടുപേരും 50 ഡിഗ്രിയും അതേപോലെ തന്നെ ആംഗിൾ എയും. അപ്പൊ ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിൾ നമുക്ക് മെഷർമെന്റ് ചെയ്യാം 50 ഡിഗ്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോഡ് CD. CD എന്ന് പറയുന്ന കോഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ B എന്ന് പറയുന്ന ഓൺ ദ സർക്കിളിലെ പോയിന്റുമായി മേക്ക് ചെയ്യുന്നതാണ് 45 ഡിഗ്രി. അതേപോലെ തന്നെ DC എന്ന് പറയുന്ന സെയിം കോഡ് A എന്ന് പറയുന്ന ആംഗിളുമായി മേക്ക് A എന്ന് പറയുന്ന പോയിന്റുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്, ശരിയല്ലേ? അപ്പൊ ഈ 2 ആംഗിൾസും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് കോഡ് AD ആണ്. AD സിയുമായി മേക്ക് ചെയ്യുന്നതാണ് 30 ഡിഗ്രി. AD ഡിയുമായി മേക്ക് ചെയ്യുന്നതാണ് ഈ ആംഗിൾ. ഈ 2 ആംഗിൾസ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 30 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞതില് 2 ആംഗിൾസ് ഒഴികെ ബാക്കി എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു യൂസിങ് കോഡ് ഓൺ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന ആംഗിള് സെയിം ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി എന്നുള്ള ഫോമാറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് 50 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി പ്ലസ് ഈ ആംഗിൾ എന്ന് പറയുന്നത്
180 degree ആണ്. That means 50 plus 30 80 degree. 80 plus 45 that means 125 degree. 125 ഡിഗ്രിയോട് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ആംഗിൾ കിട്ടുക? എന്തായിരിക്കും? 55 ഡിഗ്രി അല്ലേ? ദാറ്റ് മീൻസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഓഫ് ട്രയാംഗിൾ എ ബി സിയെ കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാംഗിൾ ആംഗിൾസം 180 ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ആംഗിൾ 55 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 55 ആണെങ്കിൽ നമുക്ക് പറയാം ഈ ആംഗിളും 55 തന്നെ ആയിരിക്കും. ബിക്കോസ് ഓഫ് എ ബി എന്ന് പറയുന്ന കോഡ് സിയുമായി മേക്ക് ചെയ്യുന്നതാണ് ഇവിടെ 55. അപ്പൊ എ ബി എന്ന് പറയുന്ന കോഡ് ഡി ഓൺ ദ സർക്കിളിലെ ആംഗിളുമായി മേക്ക് ചെയ്യുന്നതാണ് 50 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിലുള്ള എല്ലാ ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ 4 വെർട്ടിസസിൽ വരുന്ന ആംഗിൾസ് ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ എ എന്ന് പറയുന്നത് 50 പ്ലസ് 45 ദാറ്റ് മീൻസ് 95 ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 30 പ്ലസ് 45 ദാറ്റ് ഈസ് 75 ആണെന്നും ആംഗിൾ സി എന്ന് പറയുന്നത് 55 പ്ലസ് 30 ദാറ്റ് ഈസ് 85 ആണെന്നും ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 50 പ്ലസ് 50 പ്ലസ് 55 ഈ ആംഗിൾ 55 അല്ല, സോ ഇതും 55 തന്നെ. 55 പ്ലസ് 55 ദാറ്റ് ഈസ് 105 ആണ്. നമ്മൾ പറഞ്ഞു 4 പോയിന്റ്സും ഓൺ ദി സർക്കിൾ ആണെങ്കിൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കണം. ഇത് 105ഉം ഇത് 75 ആണ് എന്നുള്ളതിനർത്ഥം ഇവിടെ 180 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ഇതും അതേപോലെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടിയുള്ള സമം 180 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. സോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയിലെ എല്ലാ ആംഗിൾസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ശരിയല്ലേ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ വരുന്ന 4 പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഏതെങ്കിലും ഒരു സൈഡിനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന് സൈഡിൽ ഇതിന്റെ കൂടെ തന്നെ വരുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുമായിട്ട് ഈക്വൽ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു, ഒരു സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് is equal to the inner angle to the opposite vertex. ഈ ഔട്ടർ ആംഗിളിന്റെ ഇന്നർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിളുമായിട്ട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് നെയിം ചെയ്യാം. എ ബി സി ഡി എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററും ഡി സി ഇ എന്ന് പറയുന്ന ഔട്ടർ ആംഗിളും. We want to prove that angle A is equal to angle DCE. Okay. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. ദാറ്റ് മീൻസ് ദേ ആർ സപ്ലിമെന്ററി എന്നറിയാം. ദാറ്റ് മീൻസ് ആംഗിൾ സി ആൻഡ് ആംഗിൾ എ സം is 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി is equal to 180 ഡിഗ്രി എന്നറിയാം എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എത്ര ആംഗിൾസ് മേക്ക് ചെയ്താലും ആ ആംഗിൾസിന്റെ എല്ലാം കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ലീനിയർ പെയർ സം 180, രേഖീയ ജോഡികൾ അനുപൂരകങ്ങളായിരിക്കും എന്നുള്ളൊരു പോയിന്റ് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ 2 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ശരിയല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആണ് എന്നുള്ളതാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി ആണെന്നുള്ളതാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ കേസ് വെച്ച് പറഞ്ഞത്. ഇനി ഇവിടെ ലീനിയർ പെയർ എന്നുള്ള ഒരു കേസ് വെച്ചിട്ട് നമുക്ക് പറയാം ബി സി ഡി എന്ന് പറയുന്ന ആംഗിളും ബി സി ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ഡി സി ഇ എന്ന് പറയുന്ന ഈ ആംഗിളും കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഈ 2 ഇക്വേഷൻസിനെയും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ 2 ഇക്വേഷൻസിന്റെയും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 ഇക്വേഷൻസിനെയും നമുക്ക് ജോയിൻ ചെയ്യാം. ദാറ്റ് മീൻസ് കമ്പയർ ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ ഡി സി ഇ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, എന്തായി? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ ഡി സി ഇ ഈക്വൽ ടു
180 ഡിഗ്രി. നമുക്കറിയാം ഒരേ സാധനങ്ങൾ ഈക്വൽ സിമ്പിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ, ഒരേ മെഷർമെന്റ്സ് ഈക്വൽ സിമ്പിളിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട് എങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്നുള്ളത് അറിയാം. ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത്? ബി സി ഡി എന്ന് പറയുന്ന ആംഗിളിലെയാണ് ഞാൻ സി എന്ന് എഴുതിയത്, ശരിയല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ബി സി ഡി ആണ്. എന്തൊക്കെയായിരുന്നു? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ളതിന്റെ അർത്ഥം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി സി ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ലീനിയർ പെയർ സം 180 ഡിഗ്രി എന്നുള്ളതിന്റെ അർത്ഥം ബി സി ഡി പ്ലസ് ഡി സി ഇ ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളതാണ്. സോ ബി സി ഡി എന്ന് പറയുന്ന ഈ ആംഗിളും നെക്സ്റ്റ് ലീനിയർ പെയറിൽ മേക്ക് ചെയ്ത ഈ ആംഗിളും രണ്ടും സെയിം മെഷർമെന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എന്നുള്ളതാണ്. ആംഗിൾ എ എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ ഡി സി എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്നുണ്ട്. എന്താണ് ഇതിനർത്ഥം? ഔട്ടർ ആംഗിളിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്ന ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ളതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്യും. ഓക്കെ, then next question. Prove that a parallelogram which is not a rectangle is not cyclic. ഒരു പാരലലോഗ്രാം എടുക്കാം. ആ പാരലലോഗ്രാം എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ അല്ല എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പാരലലോഗ്രാം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലും അല്ല എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ. നമുക്കൊരു പിക്ചർ വരയ്ക്കാം. പാരലലോഗ്രാമിന്റെ പിക്ചർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇങ്ങനെ നമ്മളൊരു പാരലലോഗ്രാമിന്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പാരലലോഗ്രാമിന് ഒരിക്കലും ഒരു റെക്ടാങ്കിൾ ആകാനായിട്ടുള്ള ചാൻസ് ഇല്ല. എന്താണ് പാരലലോഗ്രാമിന്റെ കൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചതാണ്. പാരലലോഗ്രാം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആണ്, അല്ലെ? എന്ന് മാത്രമല്ല ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു റെക്ടാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ ഓപ്പോസിറ്റ് ആംഗിൾസ് പാരലലും ഈക്വലും ആണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പക്ഷെ ആംഗിളിനുള്ള സ്പെഷ്യാലിറ്റി all angles are equal and equal to 90 degree, equal to right angle. That means these four angles are equal. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പറയുന്നത് ഇവിടെ ശരിയാവുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എന്താണ്? 180 ഡിഗ്രി. പാരലലോഗ്രാമിൽ എപ്പോഴെങ്കിലും ഓപ്പോസിറ്റ് ആംഗിൾ സം 180 കിട്ടുമോ? ഇല്ല. ഇവിടെ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ അക്യൂട്ട് ആംഗിൾ ആണ്, ഇതും അക്യൂട്ട് ആംഗിൾ ആണ്. രണ്ട് അക്യൂട്ട് ആംഗിൾസ് ജോയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും 180 ഡിഗ്രി കിട്ടില്ല. ഇവിടെ ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ്, ഇതും ഒപ്റ്റ്യൂസ് ആണ്. രണ്ട് ഒപ്റ്റ്യൂസ് ആംഗിൾസിന് സം ഒരിക്കലും 180 ഡിഗ്രി കിട്ടില്ല. പക്ഷെ ഇവിടെ എടുത്ത് നോക്കൂ, ഓപ്പോസിറ്റ് ആംഗിൾ സം 180 കിട്ടുന്നത്, ഇവിടെയും എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആംഗിൾ സം 180 കിട്ടുന്നത്. അപ്പൊ ഒരിക്കലും ഒരു പാരലലോഗ്രാം ഒരു റെക്ടാങ്കിൾ ആവില്ല. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുമോ എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ 180 ഡിഗ്രി ആയിരിക്കും, എങ്കിൽ മാത്രമേ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു ഇതിലൊരു 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കിട്ടണം എന്നുള്ളത് പോലെ തന്നെയാണ് സൈക്ലിക് ആകുമ്പോഴും വേണ്ടത്. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടണം. ഇവിടെ എപ്പോഴെങ്കിലും പാരലലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലൈസ് ചെയ്യാം, പാരലലോഗ്രാം ഒരിക്കലും ഒരു റെക്ടാങ്കിൾ ആവില്ല, അതേപോലെ തന്നെ പാരലലോഗ്രാം ഒരിക്കലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലും ആവില്ല. ഓക്കെ, then our last question in this class, question number 4. Prove that any non-isosceles trapezium is not cyclic. ഒരു നോൺ ഐസോസ്ലെസ് ട്രപീസിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു സൈക്ലിക് ആവില്ല, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു നോൺ ഐസോസ്ലെസ് ട്രപീസിയം വരയ്ക്കാം. ഇതൊരു നോൺ ഐസോസ്ലെസ് ട്രപീസിയം ആണ് എന്നുള്ളതിനർത്ഥം ABCD ആണ് നെയിമെങ്കിൽ ABCD എന്ന് പറയുന്ന നോൺ ഐസോസ്ലെസ് ട്രപീസിയം മീനിങ് AB പാരലൽ ടു CD ആണ്.
എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും കൂടി പാരലൽ ആണ്. നോൺ ഐസോസ്ലസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇതിന്റെ ബാക്കി വരുന്ന രണ്ട് സൈഡ്സ് ഒരിക്കലും ഈക്വൽ ആവില്ല എന്നതാണ്. ദാറ്റ് മീൻസ് എ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ബി സി. എ ഡി സൈഡും ബി സി സൈഡും കൂടി ഈക്വൽ ആവുകയില്ല. ഓക്കെ, എന്തൊക്കെയാണ്? ട്രപ്പീസിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. പാരലൽ. ഇതൊരു നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബാക്കി വരുന്ന മറ്റ് രണ്ട് സൈഡ്സുകൾ തമ്മിൽ ഒരിക്കലും ഈക്വൽ ആവില്ല. ഓക്കെ, ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഒരിക്കലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല എന്നുള്ളതാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്തായിരുന്നു സ്പെഷ്യാലിറ്റി? ഓപ്പോസിറ്റ് ആംഗിൾസ് ആം 180 ഡിഗ്രി. ദാറ്റ് മീൻസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്ന 180 ഡിഗ്രിയാണ്. അതിനോടൊപ്പം തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആയിരിക്കണം. ഇത് ഒരിക്കലും ആവില്ല എന്നതിനർത്ഥം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്നും ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, പ്രൂവ് ചെയ്യാം. എ ബി പാരലൽ ടു ഡി സി എന്നുള്ളതിനർത്ഥം എ ബിയും ഡി സിയും രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഈ പാരലൽ ലൈൻസിൽ ഒരു ലൈൻ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് എ ഡി എന്ന് പറയുന്ന ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എ എന്ന് പറയുന്നത് ടോപ്പിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ആംഗിളും ബോട്ടത്തിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ടോപ്പിൽ റൈറ്റിൽ വരുന്ന എ എന്ന് പറയുന്ന ആംഗിളും ബോട്ടത്തിൽ റൈറ്റിൽ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. പാരലൽ സൈഡ്സിന്റെ പാരലൽ ലൈൻസിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചതാണ്. ഈ ആംഗിൾസിന് എന്തായിരുന്നു സ്പെഷ്യാലിറ്റി? യെസ്, ദേ ആർ കോ ഇന്റീരിയർ ആംഗിൾസ്. കോ ഇന്റീരിയർ ആംഗിൾസ് സം 180 ഡിഗ്രി ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചത്. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ്. ശരിയല്ലേ? ഇനി അടുത്തത് നോക്കാം. എ ഡി എന്ന് പറയുന്ന സൈഡ് ബി സിക്ക് ഈക്വൽ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എ ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സൈഡ്, അതേപോലെ തന്നെ എ ഡിക്ക് പാരലൽ ആക്കിക്കൊണ്ട് ഒരു സൈഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇതേപോലെ പാരലൽ ആക്കിക്കൊണ്ട് ഒരു സൈഡ് വരച്ചു കഴിഞ്ഞാൽ എ ഡി പാരലൽ ടു സിഇ, അതേപോലെ തന്നെ എ ഡി ഈക്വൽ ടു സിഇ എന്ന് പറയാൻ സാധിച്ചു. അങ്ങനെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ഓക്കെ, എ ഡി എന്ന് പറയുന്ന ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ടോപ്പിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ആംഗിളും ടോപ്പിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്താണ് റീസൺ? യെസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആയിരിക്കും. എ ഡി പാരലൽ ടു സി എന്നെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, ദെൻ എ ഡി സിഇക്ക് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? പക്ഷെ എ ഡി ഒരിക്കലും ബി സിയോട് ഈക്വൽ അല്ല അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബി സി സിയോട് ഈക്വൽ ആവുമോ? ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആണ്, പക്ഷെ ഈ രണ്ട് ലൈൻസ് ഈക്വൽ അല്ല എന്നുള്ളതിനർത്ഥം ഈ രണ്ട് ലൈൻസ് ഈക്വൽ അല്ല എന്നുള്ളതിനർത്ഥം ഈ രണ്ട് ലൈൻസും ഈക്വൽ ആവില്ല. ഒരിക്കൽ കൂടി പറയാം. എ ഡി എന്ന് പറയുന്ന ലൈൻ സി എന്ന് പറയുന്ന ലൈനിനോട് ഈക്വൽ ആണ്, ബട്ട് എ ഡി എന്ന് പറയുന്ന ലൈൻ ബി സി എന്ന് പറയുന്ന ലൈനിനോട് ഈക്വൽ അല്ല. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ബി സി എന്ന് പറയുന്ന ലൈൻ സി എന്ന് പറയുന്ന ലൈനുമായിട്ട് ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് ഈ രണ്ട് ലൈൻസ് ഈക്വൽ അല്ല. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ അല്ല എന്നുള്ളതിനർത്ഥം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഒരിക്കലും ഈക്വൽ ആവില്ല. സോ ഈ ബി സി എന്ന് പറയുന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും സിഇക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഒരിക്കലും ഈക്വൽ ആവില്ല. ആവോ? ഇല്ല. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ എയും ഈ ഇയുമായിട്ട് ഈക്വൽ ആണ് എന്നുള്ളത്. പക്ഷെ അതേപോലെ തന്നെ ഈ ബിയും ഈ ഇയുമായിട്ട് ഈക്വൽ അല്ല. ഓക്കെ, അതിനർത്ഥം എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും കൂടി ഒരിക്കലും ഈക്വൽ ആവില്ല എന്നുള്ളത് നമുക്ക് കിട്ടി. എയും ബിയുമായി ഈക്വൽ ആവില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയും ഡിയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരിക?
ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്, എ ബിയോട് ഈക്വൽ അല്ല എന്നുള്ളതിനർത്ഥം എക്ക് പകരം ബി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. ശരിയല്ലേ? നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ബിയും ഡിയും സം 180 ഡിഗ്രി ആവുമ്പോഴാണ് സൈക്ലിക് ആവുള്ളൂ. ഇവിടെ നമുക്ക് ബിയും ഡിയും ഈ നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടിയതുകൊണ്ട് തന്നെ ABCD എന്ന് പറയുന്ന നോൺ ഐസോസ്സെലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു നോൺ ഐസോസ്സെലസ് ട്രപ്പീസിയം തന്നിട്ടുണ്ട്. ഈ നോൺ ഐസോസ്സെലസ് ട്രപ്പീസിയം ഒരിക്കലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു നോൺ ഐസോസ്സെലസ് ട്രപ്പീസിയത്തിന്റെ സ്പെഷ്യാലിറ്റീസ് AB ഓപ്പോസിറ്റ് സൈഡ്സ് ആയ AB പാരലൽ ടു CD ആണ്. AD BC എന്ന് പറയുന്ന അതർ ടു സൈഡ്സ് ഒരിക്കലും ഈക്വൽ ആവില്ല എന്നുള്ളതാണ്. AD പാരലൽ ടു CD ആണ് എന്നുള്ളതിനർത്ഥം ആംഗിൾ ഡിയും ആംഗിൾ എയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്കറിയാം. റീസൺ കോ ഇന്റീരിയർ ആംഗിൾ സം 180 ഡിഗ്രി. ഓക്കെ, ദെൻ AD BCയോട് ഈക്വൽ അല്ല എന്ന് പറഞ്ഞു. ഇനി ADക്ക് പാരലൽ ആക്കിക്കൊണ്ട് അതേപോലെ തന്നെ AD ഈക്വൽ ആയിക്കൊണ്ട് ഒരു ലൈൻ വരച്ചാൽ അതാണ് C. ADയും CEയും പാരലലുമാണ് അതേപോലെ തന്നെ ഈക്വലും ആണ്. അങ്ങനെയാണ് എങ്കിൽ A എന്ന് പറയുന്ന ഈ ആംഗിളും C എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി ഈക്വൽ ആവും. ബിക്കോസ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. AD Cയോട് ഈക്വൽ ആണ്, AD BCയോട് ഈക്വൽ അല്ല എന്നുള്ളതിനർത്ഥം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ BC ഒരിക്കലും Cയോട് ഈക്വൽ അല്ല, ഈ രണ്ട് ലൈൻസ് ഈക്വൽ അല്ല എന്ന് കിട്ടി. ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തുകൊണ്ട് പറയാം സൈഡ്സ് ഈക്വൽ അല്ല എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഒരിക്കലും ഈക്വൽ ആവില്ല. സോ BCയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും Cയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഒരിക്കലും ഈക്വൽ ആവില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആവാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ആംഗിൾ A ഒരിക്കലും ആംഗിൾ Bയുമായിട്ട് ഈക്വൽ ആവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എയും ഡിയുമായിട്ട് സം 180 ഡിഗ്രി ആണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവാത്ത സ്ഥിതിക്ക് എക്ക് പകരം നമുക്ക് ബി എന്ന് പറയുന്ന ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ എക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ബിയും ഡിയും സം ചെയ്യുമ്പോൾ ഒരിക്കലും 180 ഡിഗ്രി ആയിട്ട് ഈക്വൽ ആവുന്നില്ല എന്നുള്ളതിനർത്ഥം ഈ നോൺ ഐസോസ്സെലസ് ട്രപ്പീസിയം ഒരിക്കലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.